ഇന്ന് ഏപ്രിൽ 22. ഇന്ന് ഗോൾഡിലെ വ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ ടൈം വരുന്നത് 1:49 1:45 കഴിഞ്ഞു. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് പറയാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു 6 മണിക്കുള്ളിലുള്ള വ്യൂ ആണ് നമ്മൾ പറയണത്. അതായത് ഇന്ന് ബൈയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. ഈ ബൈ ഇപ്പൊ ഓരോ ആഴ്ചയിലും ബൈ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് എല്ലാ ടോപ്പ് ഹൈയും അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5000 ആണ് ഇപ്പോൾ വിദഗ്ധന്മാർ പറയണത് 5000ലേക്ക് എത്തുന്നുള്ളത്. പക്ഷേ ആസ് എ ട്രേഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് പ്രൈസ് ആക്ഷനിലാണ്. ഇപ്പോൾ ഈ അവസരങ്ങളിൽ പ്രൈസ് ആക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു 3445 തൊട്ട് നമുക്ക് നമുക്ക് എൻട്രി തുടങ്ങാം. നമുക്ക് ഒരു 3020 വരെയൊക്കെ നമുക്ക് ബൈയിങ് ആണ്. 3400 താഴെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരിക. ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മളെടുത്ത് മേക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $1300 നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. സത്യത്തിൽ നമ്മുടെ അത്യാവശ്യം വലിയൊരു അക്കൗണ്ട് ആണ്. അപ്പൊ ആ അക്കൗണ്ടിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ട്രേഡ് നടക്കാണ്. ഇപ്പോൾ ഓൾറെഡി 192 നമ്മൾ മൈനസ് എടുക്കണം. പക്ഷെ നമ്മൾ ബൈ സെല്ല് ഇട്ടിട്ടാണ് നമ്മൾ സെല്ല് നമുക്ക് നല്ലോണം പ്രോഫിറ്റ് ആണ്. നമ്മൾ ബൈയിലേക്കാണ് ഫോക്കസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് നമ്മൾ അവിടെ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി വേറെയാണ്. നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് അല്ല നമ്മുടെ മെയിൻ. നമ്മൾ സ്റ്റോപ്പ് ലോസിന്റെ അവിടെ ഒരു സെൽ എൻട്രി ആയിരിക്കും പ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ ബൈയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഒരു സെൽ എൻട്രി ആയിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ വ്യൂ മാർക്കറ്റ് എങ്ങനെയാണ് പോണേ, മാർക്കറ്റിന്റെ രീതി എന്താണ്, മാർക്കറ്റ് എങ്ങനെയാണ് ഓരോ ടൈം, അതായത് സിഡ്നി അല്ലെങ്കിൽ ഏഷ്യൻ സെക്ഷൻ, അതുപോലെ ലണ്ടൻ സെക്ഷൻ, ന്യൂയോർക്ക് സെക്ഷൻ, ഈ സെക്ഷനിലൊക്കെ ഉണ്ടാവുന്ന മാർക്കറ്റിന്റെ പൾസ് എങ്ങനെയാണ് പോണേന്ന് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ ഓർഡറുകൾ കട്ടിങ് ഇതൊക്കെ വരുള്ളൂ. അതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി വലുതായിരിക്കും. കാരണം ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓർഡർ സൈസ് ചെറുതാവണം. നമ്മൾ ഇടുന്ന ഓർഡർ സൈസ് 0.2 ആണ്, 20,000 എബോവ് ഉള്ള അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന മാക്സിമം ഓർഡർ സൈസ് എന്ന് പറയുന്നത് 0.2 ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. മണി മാനേജ്മെന്റ് ആണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മണി മാനേജ്മെന്റ് ആണ്. ആ രീതിയിലേക്ക് എല്ലാവരും ചിന്തിക്കുക. ഒറ്റയടിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു ദിവസം 1 ലക്ഷം 2 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. എല്ലാവരും ആ ഒരു സൈക്കോളജിക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു 1000-1500 എടുത്തു എന്ന് കണ്ടുകൊണ്ട് ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് ഇതിപ്പോൾ ഇന്ന് എടുത്തു എന്ന് നാളെ വെക്കണമെന്നില്ല. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്ത് $5000 പ്രോഫിറ്റിൽ ഇറങ്ങുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്ര നാളെ ഇരുന്നു കൊണ്ട് നമ്മുടെ സൈക്കോളജി ലെവൽ അല്ലെങ്കിൽ ഇത് എന്താണ് മാർക്കറ്റ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ബൈ സോണുകൾ വരുന്നത് ഈ ഒരു 3445 ആണ്. ഈ ഒരു 3445 അല്ലെങ്കിൽ 3420 ഈ റേഞ്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് മെയിനായിട്ട് പ്രൈസ് ആക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലം. പക്ഷെ ഇവിടെ എത്തണമെന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് മുന്നേ പറഞ്ഞത് ഇവിടേക്ക് എത്തണം, മാർക്കറ്റ് ഇവിടെ എത്തണം നിർബന്ധമില്ല ഇപ്പോൾ. കാരണം മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഒരുപാട് ഓരോ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ബൈയിലേക്കാണ് ഫുൾ പുള്ളിങ് വരുന്നത്. അപ്പൊ ആ ടൈമിൽ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ബൈ നടക്കാൻ ചാൻസസ് കൂടുതലാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ആ കറക്ഷനിലേക്ക് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കണേന്ന് തോന്നുന്നു. ഗോൾഡ് ഓരോ ദിവസവും എല്ലാ ഹൈയും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പ്രൈസ് ആക്ഷൻ മാത്രമല്ല, ഓരോ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഓരോ മാർക്കറ്റ് ക്ലോസ് ആവുന്ന ടൈമിൽ ഉണ്ടാവുന്ന മാർക്കറ്റിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് വേണം ഈ ദിവസങ്ങളിൽ ഗോൾഡ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ.